യാത്രയിൽ ഗവർണറുടെ വാഹനത്തിന് മുന്നിലും പിന്നിലും CRPFന്റെ സുരക്ഷാ വാഹനമുണ്ടെങ്കിലും SFIയുടെ കരിങ്കൊടി പ്രതിഷേധം തുടരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വാഹനത്തിന് അടുത്ത് എത്താതെയായിരിക്കും പ്രതിഷേധം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കഴിഞ്ഞ ദിവസവും കരിങ്കൊടി കാട്ടിയിരുന്നു. കൊച്ചി കളമശ്ശേരിയിൽ SFIയുടെ നേതൃത്വത്തിലാണ് കരിങ്കൊടി കാണിച്ചത്. SFI പ്രവർത്തകരുടെ പ്രതിഷേധം ശക്തമായതോടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്രം Z+ കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. സുരക്ഷ ഏർപ്പെടുത്തിയ ശേഷം ഡൽഹിയിലേക്ക് പോയ ഗവർണർ കേരളത്തിലെത്തിയപ്പോൾ Z+ കാറ്റഗറി സുരക്ഷയോടുള്ള ആദ്യ യാത്രയായിരുന്നു കൊച്ചിയിലേത്. കോസ്റ്റ് ഗാർഡുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു ഗവർണർ കൊച്ചിയിലെത്തിയത്. റോഡരികിൽ നിന്നുകൊണ്ട് സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന ബാനർ കാണിച്ചായിരുന്നു പ്രതിഷേധം. CRPF സുരക്ഷയുള്ളത് കൊണ്ട് തന്നെ മിതമായ മുൻകരുതലുകൾ എടുത്തായിരുന്നു പ്രതിഷേധം. അതിനിടെ മുന്നിലും പിന്നിലും CRPFന്റെ വാഹനവും അതിനൊപ്പം കേരള പോലീസും ചേർന്നാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. രാജ്ഭവനിൽ ചേർന്ന CRPFന്റെയും കേരള പോലീസിന്റെയും ഉന്നതതല യോഗത്തിലാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ബാക്കി സുരക്ഷാ പദ്ധതി CRPFും സിറ്റി പോലീസ് കമ്മീഷണറുടെ സംഘവും ചേർന്ന് തീരുമാനിക്കും. കേരള പോലീസിന്റെയും CRPFന്റെയും സംയുക്ത സുരക്ഷയാണ് ഏർപ്പെടുത്തുക. ഗവർണറുടെ ചുറ്റിലും ഏറ്റവും അടുത്തുള്ള മേഖലയിലെ സുരക്ഷയാണ് CRPFന്റെ നിയന്ത്രണത്തിൽ ഉണ്ടാകുക. യാത്രാ റൂട്ട്, പൈലറ്റ് വാഹനം, എത്തിച്ചേരുന്ന സ്ഥലത്തെ സുരക്ഷ എന്നിവയൊക്കെ കേരള പോലീസിന്റെ ചുമതലയായിരിക്കും. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാത്രമേ CRPF ഇടപെടൂ. എന്നാൽ പ്രതിഷേധം അതിരുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതെല്ലാം മാറിമറിയും. അതുകൊണ്ട് തന്നെ CRPF സമ്പൂർണ്ണ സുരക്ഷ ഭാവിയിൽ ഏറ്റെടുക്കാൻ സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം ഗവർണറെ കൊച്ചി കളമശ്ശേരിയിൽ SFI പ്രവർത്തകരാണ് കരിങ്കൊടി കാണിച്ചിരുന്നത്. റോഡരികിൽ സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന ബാനർ കാണിച്ചായിരുന്നു പ്രതിഷേധം. എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്ഥലത്തെത്തിയ പോലീസ് പ്രവർത്തകരോട് പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ല. അറസ്റ്റ് ചെയ്ത് നീക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ച ശേഷം മടങ്ങിപ്പോയത്. ഗവർണർ തിരിച്ചു പോകുന്നതിനിടെ വീണ്ടും SFI പ്രവർത്തകർ റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു. റോഡിലേക്ക് ഇറങ്ങിയുള്ള പ്രതിഷേധം SFI പ്രവർത്തകർ ഒഴിവാക്കും. കൊല്ലത്ത് ചെയ്തതുപോലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാനോ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രോശിക്കാനോ ഗവർണർ കൊച്ചിയിൽ തുനിഞ്ഞില്ല. Z+ സുരക്ഷയുടെ ഭാഗമായി ഗവർണറുടെ വാഹനത്തിന് മുന്നിലും പിന്നിലും CRPF സുരക്ഷാ ഭടന്മാർ, ഒപ്പം കേരള പോലീസും. നെടുമ്പാശ്ശേരിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വഴിനീളെ കേരള പോലീസിന്റെ സംരക്ഷണത്തിലായിരുന്നു ഗവർണറുടെ യാത്ര. കളമശ്ശേരിയിൽ മുട്ടത്ത് വെച്ചാണ് ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. പെൺകുട്ടികളടക്കം 40ഓളം വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിനായി എത്തി. വൈകിട്ട് 6 മണിയോടെ തന്നെ കളമശ്ശേരിയിലും പരിസര പ്രദേശങ്ങളിലുമായി പ്രവർത്തകർ ഒത്തുകൂടിയിരുന്നു. ഗവർണർ എത്തുമെന്നറിയിച്ച അറസ്റ്റ് ഭീഷണിയുമായി പോലീസ് എത്തി. പ്രവർത്തകരും പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതിനിടെ ഒരു സംഘം പ്രവർത്തകർ മറ്റൊരിടത്ത് വെച്ച് ഗവർണർക്ക് നേരെ കരിങ്കൊടി വീശുകയായിരുന്നു. ഗവർണർക്കെതിരെ ശക്തമായ പ്രക്ഷോഭം തുടരുമെന്നാണ് SFI നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ഗവർണർ കൊച്ചിയിലെത്തിയത്.